ഹോങ്കോങ്ങിൽ നിന്ന് എന്തായാലും യാത്രയാവുകയാണ് മക്കാവിലേക്ക്. അങ്ങനെ പോണത് ജെറ്റിലാണ് പോണത്. സാധാരണ നാട്ടിൽ നമ്മുടെ വള്ളത്തിലോട്ടൊക്കെ പോയിട്ടേ ഉള്ളൂ, അല്ലാതെ ഇത് കണക്ക് ജെറ്റിലൊന്നും കയറിയിട്ടില്ല. പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞ് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലോട്ട് എൻ്റെ അറിവിൽ പോണത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. 1500 രൂപ കൊണ്ടാണ് ഒരു നാട്ടിലോട്ട് പോണത്, വേറൊരു നാട്ടിലോട്ട്. അത്രയും വളരെ ചിലവ് കുറഞ്ഞൊരു യാത്രയാണ്. ജെറ്റിലാണെങ്കിലും ചിലവ് വളരെ കുറവാണ്. 1500 രൂപ ഉണ്ടെങ്കിൽ ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലേക്ക് പോകാൻ പറ്റും. എന്തായാലും ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ നല്ല കാഴ്ചകളും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് യാത്ര ഇരിക്കുവാണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അത് പിന്നെ എനിക്കൊന്ന് സീറ്റ് ഒരുപാട് സീറ്റുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വലുതായിട്ട് തിരക്കുണ്ടെങ്കിലും അടിയും തള്ളും വഴക്കൊന്നും നമ്മളെ നാട്ടിലെ പോലെ ഇല്ല. എല്ലാവരും ശാന്തരായിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് പതുക്കെ അവരെ ബാക്കിൽ തന്നെ നിൽക്കുവാണ്. പിന്നെ ഇനി അകത്തേക്ക് കയറിയതിന് ശേഷം നോക്കണം എന്താണ് അകത്തുള്ളതെന്ന് എനിക്കറിയത്തില്ല. സീറ്റൊക്കെ എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല. എന്തായാലും അകത്തോട്ട് കയറി നോക്കുമ്പോൾ അറിയാം അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. ജെറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്തായാലും അകത്തേക്ക് കയറി നോക്കാം. ഇതിപ്പം നമ്മുടെ ബസ്സിലെ പോലെ തന്നെ അല്ലേ. സീറ്റ് വലിയ ഗുണമൊന്നുമില്ല. സീറ്റ് പറയത്തക്ക ഇതൊന്നുമില്ല. സാധാ നോർമൽ സീറ്റ് തന്നെ. പിന്നെ ഇത്രയും കുറഞ്ഞ പൈസക്ക് ഇങ്ങനെ കൊണ്ടുപോകല്ലേ. ഇങ്ങനെ ജെറ്റ് എടുത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ കാഴ്ചകളൊന്നുമില്ല. കടൽ, കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എവിടുത്തെ ഹോങ്കോങ് കാണാം മക്കാവ് കാണാമെന്ന് അറിയാൻ വയ്യ. കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല ക്യാമറ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ വെച്ച് ഒരു നില കാണുന്നു. അതിൻ്റെ ആ ജെറ്റ് തിരിച്ച് റിട്ടേൺ പോകുന്നത് ഹോങ്കോങ്ങിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ കാഴ്ചകളെന്ന് പറയാനും വേണ്ടിയൊന്നുമില്ല. എല്ലാവരും നല്ല അവിടെ ഇരിക്കുന്നു. സീറ്റ് ഫുള്ളൊന്നും അല്ല, ഒരുപാട് സീറ്റുകളൊക്കെ ഒഴിവുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. ഇത് ഫുഡിന് വേണ്ടി ആൾക്കാർ പോണത്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മേടിച്ച് കഴിക്കുക അവിടെ നിന്ന്. ഞാനിപ്പോൾ കറങ്ങി എല്ലാവരെയും ഒന്ന് കണ്ട്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം, എല്ലാം കാണണമെങ്കിൽ കാണുകയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെ മൊത്തം ഒന്ന് ചുറ്റി കാണാമെന്ന് കരുതി എണീറ്റതാണ് കേട്ടോ. ഞാൻ മാത്രമേ എണീക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ച് ചിലരൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ഓരോരുത്തരൊക്കെ തലകുത്തി കിടക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് പുറത്തേക്കുള്ള കാഴ്ച. ഇതാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ മക്കാവിലേക്ക് ഇവിടെ നിന്ന്. എന്തായാലും ഒരു മല കാണുന്നു. ഇതാണ് മക്കാവ്. അവിടെ നല്ല ജെറ്റ് പോലെ പുറന്ന് പോയി കേട്ടോ. ഇവിടെ ഇപ്പം എത്രയൊക്കെ ഉള്ളൂ, ഒരുപാട് സീറ്റുകളൊക്കെ ഒഴിവുണ്ട്. അതിന് വലിയ ഇതൊന്നുമില്ല കേട്ടോ. ഇത്രയും പൈസ കുറച്ച് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ ആവത്തില്ലേ. ഫ്ലൈറ്റിലല്ല, എങ്ങനെ പോകണമെങ്കിലും നല്ല പൈസയാവും. ഈ ഒരു എമൗണ്ടിൽ ഇത്രയും ലാഭത്തിൽ പോകാൻ പറ്റിയൊരു വഴി ഞാൻ ഇതുവരെ ഒരു നാട്ടിലും പോയിട്ടില്ല. ഇത്രയും പൈസ കുറഞ്ഞൊരു ഇതിൽ പോയിട്ടില്ല. പക്ഷേ ഇത്രയൊന്നും ലാഭം കിട്ടുമെന്ന് ഞാനും അറിഞ്ഞില്ല. ഇവിടെ വന്ന് തിരക്കിയപ്പോഴാണ് ഈ പൈസ ആവത്തോളൂ എന്നറിഞ്ഞത്. പിന്നെ എന്നാൽ മക്കാവും കൂടെ കാണാമെന്ന് വെച്ചു. മക്കാവ് എത്തിയെന്തോല്ലോ. കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നു. ഇവിടെ അടുത്ത് ഒരുപാട് ദൂരമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ യാത്ര എന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ ആവാറായി. 1 മണിക്കൂർ കൊണ്ട് മക്കാവ് എത്തും. തൊട്ടടുത്ത് തന്നെയാണ്. എന്തായാലും നല്ല കുലുക്കമുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. എത്താറായതുകൊണ്ടുള്ള കുലുക്കമാണോ എന്നറിയത്തില്ല. എന്തായാലും എല്ലാവരും കാഴ്ചകളൊക്കെ എത്തിയില്ലെങ്കിൽ നോക്കുന്നുണ്ട്. ഈ സ്ഥലം എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേരൊക്കെ ഉറക്കമാണ്. വീഡിയോ എടുത്തുകൊണ്ടിരുന്നവരൊക്കെ അണഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. വീഡിയോ ഒന്നും ഇപ്പോൾ എടുപ്പില്ല. ഞാൻ കിടന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചുമ്മാ തേരാപ്പാര അതിൻ്റെ അകത്ത് നടക്കുന്നത്. കുറച്ച് പേരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ സ്ഥലം എത്തി കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും ചാടി ഇറങ്ങുന്നുണ്ട്. ബാഗ് ലഗേജ് എടുക്കണം. ലഗേജ് എടുത്തിട്ട് പുറത്തേക്ക് പോകാം. അതെ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വള്ളം കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ടുണ്ട്. അതെ, ഇതുവഴി ഇറങ്ങിപ്പോവായിരിക്കും. പിന്നെ ഇറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാം. തുറക്കുന്നില്ലേ ഡോറ്? അങ്ങനെ ഡോറ് തുറന്നു. എന്നാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വലിയ സെറ്റപ്പുകളൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലേ,
യാത്ര സുഖമായിരുന്നു. എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളില്ലായിരുന്നു. ഈ വരുന്നവരൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിട്ട് തോന്നുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകണം. പക്ഷെ മുഖമെല്ലാം ദേഷ്യ മുഖമാണെന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഒരു വലിയൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. ബ്രിഡ്ജ് വഴിയും അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ബസ് വഴിയൊക്കെ ആദ്യം ഇതിൽ നിന്നും പൈസ കൂടുതലായിരിക്കും. ഇതാണ് ഏറ്റവും പൈസ കുറഞ്ഞൊരു മാർഗ്ഗം പോകാനേക്ക്. നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. യാത്രാ സുഖവും എല്ലാം ബസ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴിയാണ്. ഇവിടുന്ന് കുറച്ച് നടന്ന് ഇവിടെ ഒരു എമിഗ്രേഷൻ ഉണ്ട്. എമിഗ്രേഷൻ്റെ അകത്തോട്ട് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാം. ഇവിടെ ഓക്കെ എത്തി കേട്ടോ. ഞാൻ വന്ന വണ്ടി അവിടെ കിടക്കുന്നു. വണ്ടിയിൽ ജെറ്റ് അവിടെ കിടക്കുന്നു. സെക്യൂരിറ്റി ആണെങ്കിലും കൈയും വിജയിക്കുകയാണ്. പോലീസുകാരെ കണക്കാണ് നിൽക്കുന്നത്. എന്തായാലും അതൊന്നും നമ്മൾ മൈൻഡാക്കാതെ നമ്മളും മുമ്പോട്ട് കടന്നു പോയി. ഇവിടെ നിന്ന് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കാവിലേക്ക് പുറത്തോട്ടിറങ്ങാം. ഇവിടെ ഇനി വല്ല പേപ്പർ വർക്ക് കാര്യങ്ങളും ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എത്തി, അറൈവലെത്തി. ഇവിടെ പ്രത്യേകിച്ച് 30 ദിവസത്തേക്ക് നമുക്ക് മക്കാവിൽ ഇത് കിട്ടും കേട്ടോ, വിസ കിട്ടും. അത് ഫ്രീ വിസയാണ്, പൈസയൊന്നും ആകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വെറും 1500 രൂപ ഉണ്ടെങ്കിൽ മക്കാവിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. അത് ഫ്രീ വിസയല്ലേ, നമുക്ക് പൈസയൊന്നും ആകുന്നില്ല. 1500 ഉണ്ടെങ്കിൽ വണ്ടിക്കൂലി 1500 രൂപയല്ലേ ആവുന്നുള്ളൂ. ഓഹോ, എൻ്റെ ഫോൺ ഇവിടെ നിന്ന് വെച്ച് പ്രശ്നമായി കേട്ടാ. ഇവിടെ ഫോൺ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് ഇത്തിരി സംസാരമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഫോൺ പിടിച്ചുകൊണ്ട് ചെന്നപ്പോഴേക്കും ഫോൺ മേടിച്ച് വെച്ചു. ഡിലീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും നാണ്ടേ വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങും. 30 ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നമുക്ക് മക്കാവ് ഒന്ന് കാണാം. മക്കാവ് കാണാനും വേണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നട്ടെ. ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയാൻ പുറത്തോട്ടിറങ്ങി നോക്കാം. ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലേക്ക് വന്നപ്പം ഒരു സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലോട്ട് വന്നൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം ചെറുതായതെന്നൊക്കെ തോന്നുന്നു. ബസ്സാണെങ്കിലും എല്ലാത്തിനും ഹോങ്കോങ്ങിൽ കുറച്ചും കൂടെ കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. മക്കാവിടെ കാര്യം എനിക്ക് അറിയത്തില്ല. മക്കാവിൽ കറങ്ങി നോക്കാം, അപ്പോഴേക്കും അറിയാം മക്കാവിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. അതെ, ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നു. ഇവിടെ എന്ത് നോക്കുന്നത്, വെൽക്കം ടു മക്കാവോ. അങ്ങനെ നമ്മൾ മക്കാവിലെത്തി.